അപ്പോ നമ്മൾ പറഞ്ഞ അശ്വ നക്ഷത്രത്തിലാണ് ഒരു വ്യക്തി ജനിച്ചതെങ്കിൽ അവർക്ക് നമുക്ക് പറഞ്ഞാൽ കുതിരയുടെ സിമ്പിൾ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. എന്താണ് കുതിരയുടെ സിമ്പിൾ പറഞ്ഞാൽ പണ്ട് കാലങ്ങളിലൊക്കെ കുതിര വണ്ടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുതിരയ്ക്ക് ഭക്ഷണം കൊടുക്കൽ, ഓരോ സഞ്ചാരം അങ്ങനെയായിരുന്നു. അപ്പൊ ഈ അശ്വ നക്ഷത്രക്കാണ് ഈ കുതിരയുടെ ശക്തിയോടുകൂടി നല്ല പവറോടുകൂടി വരാൻ പറ്റുന്നത്. അന്ന് ആ സ്പീഡും കാര്യങ്ങളും ആ കുടുംബത്തിന് അതുപോലെ ഒരു അത്താണിയായിരിക്കാം കുതിര പണ്ട് കാലത്ത്. ഇന്നത് മെഡിസിനും ആയുർവേദവുമായി മാറിയെങ്കിൽ അന്ന് ശരിക്കും ഒരു അത്താണിയായിട്ട് ആ കുതിര ഒരു കുടുംബം അവരുടെ ജീവിതത്തിൽ ആവശ്യത്തിനൊക്കെ കുതിരനെ യൂസ് ചെയ്തോണ്ടിരുന്നു. ഇപ്പൊ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്കിപ്പോ സാമ്പത്തികം ഉള്ളവർക്കാണെങ്കിൽ കുതിരയിലേക്ക് വാങ്ങി ദാനം ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യണമെന്നല്ലേ, ഈ അതിന് ത്രില്ലായിട്ടുള്ള കുട്ടികൾക്ക് ഉണ്ടായില്ലേ, ഈ കുതിര റേസിങ് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ വലിയ ആൾക്കാരെ മേടിച്ച് ദാനം ചെയ്യാൻ പറ്റും. അല്ലാത്തവർക്ക് നമ്മൾ യാത്ര പോകുമ്പോഴൊക്കെ കുതിരയും കൂടെ അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുക, ആ കുതിരക്കുള്ള ഭക്ഷണങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുക, രൂപം കയ്യിൽ വെക്കാം. വീട്ടിൽ വേണമെങ്കിൽ ചെറിയ രൂപം, അതുപോലെ തന്നെ വീടിന്റെ ഫ്രണ്ടിലാണെങ്കിൽ കുതിരയുടെ ഒരു രൂപം അല്ലെ, സ്റ്റാച്ചു അങ്ങനെയൊക്കെ വെക്കാം. അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ